അംഗത്തിൽ അവസാനിക്കും. അംഗത്തിൽ ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. അംഗത്തിനെ ഓൾറെഡി സ്ഥലം മാറ്റിയിരിക്കുന്നു. അതിലപ്പുറം കടക്കാനുള്ള സാധ്യതയും കുറവാണ്. ഇതിൽ ആ സമയത്ത് ആരോപണ വിധേയനായിരുന്നില്ല ADGP എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ഇതിൽ സമയം നീട്ടി നൽകണം, അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ എന്ന് മുഖ്യമന്ത്രിയെ അദ്ദേഹം സമീപിക്കുന്ന ഘട്ടത്തിൽ വിവാദങ്ങൾ അതിൻ്റെ മൂർധന്യത്തിലെത്തി നിൽക്കുന്നു. ആ സമയത്തേക്കും ADGP പ്രതിക്കൂട്ടിലായിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഇത് അന്വേഷിക്കേണ്ടതില്ല, മറ്റൊരു അന്വേഷണം വേണമെന്നൊരു ആലോചനയിലേക്ക് മുഖ്യമന്ത്രി പോയില്ല. ഇദ്ദേഹം തന്നെ, അതായത് ആരോപണ വിധേയൻ തന്നെ ആ റിപ്പോർട്ട് പൂർത്തിയാക്കട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോൾ 600 പേജുണ്ട് ആ റിപ്പോർട്ടെന്നാണ് പറയുന്നത്. ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണല്ലോ പുറത്തു വന്നിട്ടുള്ളത്. ആ കാര്യങ്ങൾ സ്വീകാര്യമല്ല എന്ന CPI മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി തന്നെ പറയുകയാണ്. സ്വീകാര്യമല്ല, ഗൂഢാലോചനയുണ്ട്, ബാഹ്യ ഇടപെടലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറയുന്നു. ഇതാരാണ് പറയുന്നത്? വി എസ് സുനിൽകുമാർ തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂർ പൂരം കാലങ്ങളായി നടത്തുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുള്ളതാണ്. അന്നത്തെ ദിവസം നോക്കൂ, 21 പുലർച്ചെ 3 മണിക്ക് നടക്കേണ്ട വെടിക്കെട്ടിന് തിരക്ക് നിയന്ത്രിക്കാൻ 10 മണിക്ക് തന്നെ ബാരിക്കേഡ് കെട്ടുകയാണ്. ഇതുവരെ സംഭവിക്കാത്ത കാര്യമാണ്. അങ്ങനെ അടച്ചോടുകൂടിയാണ് പ്രശ്നം തുടങ്ങുന്നത്. അത് സ്വരാജ് റൗണ്ട്, തെക്കിൻകേട് മൈതാനം എല്ലാം കൊട്ടിയടച്ച് പ്രവേശനം പൂർണ്ണമായും പോലീസ് തടയുന്നു. രാത്രിപൂരം കാണാനെത്തിയവർക്ക് ഭൂരിഭാഗം പേർക്കും അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. സാധാരണ പുലർച്ചെ 3 വെടിക്കെട്ടിന് 2 മണിക്ക് മാത്രമേ എങ്ങനെ ബാരിക്കേഡ് കെട്ടാറുള്ളൂ. അത് 10 മണിക്ക് തന്നെ തടസ്സപ്പെടുത്തുകയാണ്. തിരുവമ്പാടി ഭാഗത്തുനിന്ന് വടക്കുനാഥ ക്ഷേത്രത്തിലുള്ള എല്ലാ വഴികളും അടച്ചു. അപ്പോൾ തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് പഞ്ചവാദ്യം തടസ്സപ്പെടുന്നു. ജനക്കൂട്ടം അതിന് ചോദ്യം ചെയ്യുമ്പോൾ പോലീസ് ലാത്തി വീശുന്നു. പോലീസിനെതിരെ തിരുവമ്പാടി ദേവസ്വം പരാതിപ്പെട്ടു, പക്ഷേ നടപടിയുണ്ടായില്ല. ഇതോടെ തിരുവമ്പാടി ദേവസ്വം എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും പാതിവഴി ഉപേക്ഷിക്കുകയായിരുന്നു. 9 ആനകളെ ഉൾക്കൊള്ളിച്ച് നടക്കേണ്ടിയിരുന്ന എഴുന്നള്ളിപ്പിൽ ഒരാനയെ മാത്രം അന്ന് എഴുന്നള്ളിച്ചു. അതൊക്കെ ആ സമയത്ത് നമ്മൾ തത്സമയം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, താങ്കൾക്ക് മനസ്സിലായില്ല എന്ന് പറയുന്ന കാര്യം, അന്ന് ആ കമ്മീഷണർ അവിടെ കടന്ന് ബഹളം വയ്ക്കുകയും ആ പട്ട കൊണ്ടുവരുമ്പോൾ ചീത്ത വിളിക്കുന്നതൊക്കെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. മാത്രമല്ല, ഇന്നിപ്പോൾ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ കെ മുരളീധരൻ പറയുന്നുണ്ട്, അവിടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ പൂരം കാണാൻ CP ജോണിനൊക്കെ പോലുള്ള ആളുകളൊക്കെ അവിടെ വന്ന് നിൽക്കുമ്പോൾ രാഷ്ട്രീയ നേതാവാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ അടക്കം മോശം ഭാഷയിൽ ചീത്ത വിളിച്ചുകൊണ്ട് ഇത് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളി മാറ്റുന്ന രീതിയിലേക്ക് പോലീസ് പെരുമാറുകയാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ സംഭവിക്കുമ്പോൾ തൃശ്ശൂരിലുണ്ടായിരുന്ന ADGP ഹോട്ടൽ മുറിയിൽ വാതിലടച്ചിട്ട് ഇരിക്കുകയാണെങ്കിലും അദ്ദേഹം അറിയാതിരിക്കില്ലല്ലോ. ഉറപ്പായിട്ടും അറിയുമല്ലോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നു. പിന്നെ ഈ പറയുന്ന സുരേഷ് ഗോപി വന്നത് ആംബുലൻസിൽ വരുന്നു, സേവാഭാരതിയുടെ ആംബുലൻസിൽ. മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്ന ആംബുലൻസുമായിട്ട് എങ്ങനെയാണ്, വിശ്വാസം ആണല്ലോ പ്രധാനമായും BJP പറയുന്നത്, എങ്ങനെയാണ് അകത്തേക്ക് വരിക എന്ന് കെ മുരളീധരൻ ചോദിക്കുകയാണ്. മാത്രമല്ല, ആ ആംബുലൻസിന് പൂർണ്ണമായും പോലീസ് അകമ്പടിയോടുകൂടിയാണ് ആ ആംബുലൻസ് അകത്തേക്ക് കയറി വരുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? രാത്രി ഈ 3 നേതാക്കളും, ഈ മുരളീധരനായാലും സുനിൽകുമാർ അടക്കമുള്ളവർ സംസാരിച്ച് ചർച്ച നടത്തിയിട്ടൊക്കെയാണ് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നത്. അപ്പോഴേക്കും അതിൻ്റെ എല്ലാ വിവാദങ്ങളും ആ രൂപത്തിൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ആ സമയത്തൊക്കെ അവിടെയുള്ള ADGP അതിൽ ഒന്നും ചെയ്തില്ല എന്നതിൽ അസ്വാഭാവികതയുണ്ട്. അതുകൊണ്ടാണ് 1 കൊല്ലം മുമ്പുള്ള ചർച്ച എങ്ങനെ പിന്നീട് അത് പ്രാവർത്തികമാക്കുന്നത്. പൂരം കലക്കി കളയാമെന്ന രൂപത്തിൽ ചർച്ച ചെയ്തു എന്നായിരിക്കില്ല, പക്ഷേ എങ്ങനെ ഞങ്ങൾക്കിവിടെ ഒരു സീറ്റ് നേടാമെന്നുള്ള ചർച്ചകളിൽ ഒരു പക്ഷേ നടന്നിട്ടുണ്ടാകാം. സംശയിക്കാൻ ഉള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. മാത്രമല്ല, ഇതിലിപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. ഈ പൂരം വിഷയം അത് ശക്തമായി തന്നെ ഉന്നയിക്കുന്നു. ഇനിയിപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമായി പൂരം വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കോൺഗ്രസ് അത് ശക്തമായി ഉന്നയിച്ചു കഴിഞ്ഞു. UDF ഇത് സമരത്തിലേക്ക് പോവുകയാണ് ആ വിഷയത്തിൽ. നോക്കൂ, CPIക്ക് ഇതിൽ കൃത്യമായ നിലപാടുണ്ട്. ഈ ADGP, എനിക്കതിൽ മനസ്സിലാവാത്തൊരു കാര്യം, VS സുനിൽകുമാർ ആണല്ലോ ഈ വിഷയത്തിൽ പൂരത്തിൽ പ്രതികരിക്കുന്നത്. ADGP റിപ്പോർട്ട് സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ആരോപണ വിധേയനായ ADGP RSS കൂടിക്കാഴ്ചയിൽ അതിശക്തമായ പ്രതികരണം നടത്തുന്നത് CPI ആണ്. പക്ഷേ ഈ ADGPയുടെ റിപ്പോർട്ട് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നൊരു നിലപാട് ആ ഘട്ടത്തിൽ VS സുനിൽകുമാർ എടുത്തിട്ടില്ല. ആ റിപ്പോർട്ട് വരട്ടെ എന്നാണ് പറഞ്ഞത്. ആ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ റിപ്പോർട്ടിനെ തള്ളുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, ചില കാര്യങ്ങൾ ഞാൻ പുറത്തേക്ക് പറയും എന്നുള്ള പുറത്തേക്ക് പറയൽ ഇനി ഉണ്ടാകുമോ? അതാണ് അറിയേണ്ടത്. CPIക്ക് ഈ കാര്യത്തിലുള്ള നിലപാട് എന്നുള്ളത് പ്രധാനമാണ്. കാരണം അവിടെ പരാജയപ്പെട്ടത് CPI ആണ്. കാരണം മുരളീധരൻ തന്നെ പറയുന്നു, ഞാൻ പരാജയപ്പെട്ടത് പൂരം കാരണമല്ല, അതിലപ്പുറം രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, കോൺഗ്രസിൻ്റെ വീഴ്ചകളുണ്ട്, എന്നെ അവിടെ ഉന്തിത്തള്ളി കൊണ്ടുവരികയായിരുന്നു, ഞാൻ അവിടെ രക്ഷപ്പെടുകയായിരുന്നു എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ പരാജയം സംഭവിച്ചിരിക്കുന്നത് CPIക്കാണ്. ഇടതുപക്ഷം അവിടെ തോൽപ്പിക്കപ്പെട്ടത് എങ്ങനെ എന്നുള്ള പരിശോധന ആര് നടത്തും? ഇപ്പോൾ ADGP RSS കൂടിക്കാഴ്ച സാങ്കേതികമായി അന്വേഷിക്കാനാണ്. DGP ആണോ അത് അന്വേഷിക്കേണ്ടത്? DGP അന്വേഷിച്ചു കഴിഞ്ഞിട്ടത് വ്യക്തിപരമായ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞത് അവിടെ അവസാനിക്കുകയാണ്. അത് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടും ഉള്ളത്. അത് അവസാനിക്കുമെങ്കിൽ അതാണോ രാഷ്ട്രീയമായ ഒരു ആലോചനയും രാഷ്ട്രീയമായ ഒരു വിമർശനവും മുഖ്യമന്ത്രിക്ക് അതിലില്ല. മുഖ്യമന്ത്രി എൻ്റെ ഇടനിലക്കാരനല്ല എന്നൊരു കാര്യം മാത്രമായി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുള്ളൂ. അതിലപ്പുറം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ RSSുമായുള്ള തൻ്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ RSSുമായുള്ള കൂടിക്കാഴ്ച, അതും ഇത്രയും ആരോപണ വിധേയനാകുമ്പോൾ, അതായത് ഇടത് സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെട്ടതിൻ്റെ കാരണമെന്ന് പറയുമ്പോൾ അതിലൊരു പരിശോധന വേണ്ട എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിൽ എന്തോ ഉണ്ട്.
ആ എന്തോ ഉള്ളത് ആര് കണ്ടുപിടിക്കും? വേണ്ടാന്ന് തീരുമാനിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയ കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയ കാര്യം മുഖ്യമന്ത്രി പറയണ്ടേ അത് പരിശോധിക്കുമെന്ന്? എങ്ങനെയാണ് പരിശോധിക്കുക? ഈ DGP അന്വേഷിച്ചു എന്ത് റിപ്പോർട്ടാണ് വരിക? അല്ല, അത് ഇടതുമുന്നണിയിൽ വന്ന് ഇടതുമുന്നണിയല്ലേ രാഷ്ട്രീയമായി അത് പരിശോധിക്കും. മുഖ്യമന്ത്രി ബാക്കി എല്ലാ കാര്യങ്ങളും പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും പറയുന്നില്ലല്ലോ. അല്ല, അതെങ്ങനെയാ CPI-യിലെ ഒരു സ്ഥാനാർത്ഥിയുടെ ഇടതുമുന്നണിയിൽ ഉന്നയിച്ച് ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു സമിതി ഉണ്ടായിരുന്നല്ലോ, കോൺഗ്രസിന്റെ പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ. നമ്മൾ ആ റിപ്പോർട്ടിനെ കുറിച്ച് കേട്ടിട്ടില്ല. ആ റിപ്പോർട്ട് പുറത്ത് വന്നോന്ന് എനിക്കറിയില്ല. നമ്മൾ ആ റിപ്പോർട്ട് വരുന്നു എന്നാണ് മനസ്സിലായത്. നമ്മൾ കേട്ടിട്ടില്ല. റിപ്പോർട്ട് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ CPI ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയപ്പെട്ടതിന്റെ അന്വേഷണം വേണമെന്ന് ഇടതുമുന്നണിയിൽ ആവശ്യപ്പെടേണ്ടത്. അങ്ങനെ ഇടതുമുന്നണി ആവശ്യപ്പെട്ടിട്ടില്ല. ADGP RSS കൂടിക്കാഴ്ച അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടല്ലോ. അതിന്മേൽ എന്താണ് തീരുമാനമുണ്ടായിട്ടുള്ളത്? അത് അന്വേഷിക്കുകയാണ് ഈ DGP അന്വേഷണത്തിന്. DGP ആണ് അന്വേഷിക്കുന്നത്. DGP എന്താണ് അന്വേഷിക്കുക? അല്ല, നോക്കൂ, രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് DGPയുടെ അന്വേഷണം പോകുമോ? നമ്മൾ ആ ചർച്ചയിൽ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായൊരു തീരുമാനമാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. രാഷ്ട്രീയമായൊരു പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതാണ് ഏറ്റവും സംശയകരമായ കാര്യം. അതാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയമായ പ്രതികരണം സാധാരണഗതിയിൽ സംഭവിക്കാറുള്ള രാഷ്ട്രീയ പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് ഇക്കാര്യത്തിലില്ല. എന്റെ ഇടനിലക്കാരനല്ല എന്നൊരൊറ്റ വാദത്തിൽ അത് അവിടെ അവസാനിപ്പിക്കുകയാണ്. അത് സംശയകരമാണ്. രാഷ്ട്രീയ ചർച്ചകൾക്ക് ഒരു നിയോഗിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. സംശയകരമാണത്. അല്ല, അത്തരം സംശയങ്ങൾക്ക് ഇട നൽകുന്നതാണ് ഇതെല്ലാം. അത് നമുക്ക് അഫർമേറ്റീവായിട്ട് പറയാൻ കഴിയും. ഏതായാലും അങ്കിത്തിൽ അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ അതിൽ CPI-യുടെ എതിർപ്പ് ഏതറ്റം വരെ പോകുമെന്നുള്ളതാണ് ഇനി കാണേണ്ടത്. Meet the editors.